ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ്റെ ബോൾ കാണിച്ചു തരട്ടെ. ഈ നമുക്ക് കുബൂസിനൊക്കെ ഉണ്ടാക്കുന്ന ആ ബാറ്ററില്ലേ, അതേ അങ്ങനത്തെ ഒരു ബാറ്റർ ഉണ്ടായാൽ മതിയേ. അതിനകത്ത് ചിക്കൻ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് എണ്ണയിലൊന്ന് വറുത്തെടുക്കണ ഒരു രീതിക്കാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് മൈദ ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത്തിരി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാര, ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു നുള്ള് അല്ലെങ്കിൽ 2 നുള്ളോളം സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ആദ്യം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്തോരം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച്. എന്നിട്ട് നല്ലോണം കുഴച്ചിട്ട് ഒരിച്ചിരി ഓയിൽ അതിൻ്റെ മീതയിൽ ഒന്നും കൂടി പുരട്ടി ഒന്നും കൂടി കുഴച്ചിട്ട് ഒന്ന് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണ്ടേ. ഒരു അരമണിക്കൂർ. മറ്റേ ബാറ്ററി എല്ലാം ശരിയായി വന്നാൽ ആ ടൈം അത്രയും മതിയേ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചേക്കാം. ഞാനൊരു ഇത്തിരി ചിക്കൻ കുറച്ച് ഉപ്പിട്ട് വേവിക്കുന്നുണ്ട്. അതിൽ നിന്ന് മാംസം മാത്രം എടുക്കാനായിട്ടാണ്. അതൊന്ന് വെന്ത് വരട്ടെ. ഇനി സവാളയൊക്കെ വാട്ടാനായിട്ട് ഞാൻ കുറച്ച് ഒരു 5-6 വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, കുറച്ച് വേപ്പില, ഒരു കുഞ്ഞ് തക്കാളി. ഇതൊരു 3 സവാള നൈസായിട്ട് അരിഞ്ഞതാണ്. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്നു വന്നപ്പോഴേക്കാളും സവാള ഇട്ട് കൊടുക്കാവേ. സവാള ഇട്ട് കൊടുത്തിട്ട് ഇത് ഒരുപാട് അങ്ങാട് മൊരിയാനോ വാടാനോ നിൽക്കണില്ല. ജസ്റ്റ് ഒന്ന് ഒരുപാട് മൊരിയിക്കണ്ട, അങ്ങനത്തെ രീതിക്ക് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അതും കൂടി ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ചിക്കന് ഉപ്പുണ്ട്, പിന്നെ പൊടിക്ക് ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കി ഉപ്പിടാം. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കാളും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഒരുപാട് വഴന്നങ്ങാട് ഉടയണ്ട. ആ ഒരു പാകത്തിന് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒരു പുളിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതിന് കുറച്ച് തക്കാളി മതിയേ. എരിവിന് വേണ്ട കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇണക്കനുസരിച്ച്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരുപാട് വേണ്ട കേട്ടോ മഞ്ഞൾപ്പൊടി. അതേപോലെ തന്നെ ഒരു ഇച്ചിരി മുളക് പൊടി, കുരുമുളക് പൊടി കൂടുതൽ ഇടുന്നാൽ മതി കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. സാധാ നമ്മൾ എപ്പോഴും ഇറച്ചിക്കൊക്കെ എടുക്കണ ചിക്കനൊക്കെ എടുക്കണ പോലെ മസാല ഇടുക. അതൊന്ന് മൂത്ത് വരിക. ഈ മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴന്ന് വന്നെ കേട്ടോ. ആ വെന്ത ചിക്കനെ ഞാൻ എല്ലൊക്കെ കളഞ്ഞ് മാംസത്തിന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ചിക്കൻ വറുത്തിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞോട്ടെ. ഈ സമയത്താണ് ഇതൊന്ന് നന്നായിട്ട് ചിക്കൻ ചേർത്ത് കഴിയുമ്പോഴാണ് ഇതൊന്ന് മൊരിഞ്ഞ് വരേണ്ടത്. എന്നാൽ ആ ഒരു മൊരിഞ്ഞ ടേസ്റ്റ് വരുവോളെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് മൊരിയിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റാം. അപ്പം ഞാൻ നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവില്ലേ, അതിനെ ഇത്രയും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ അങ്ങാട് ഒന്ന് വലിച്ചങ്ങാട് മൈദയല്ലേ വലിഞ്ഞങ്ങോട്ട് പോന്നോളേ. എന്നിട്ട് ആ ചൂടാറിയ ബാറ്റർ അതിനകത്തോട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാവരും കൂടി ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ ആ ബാക്കി വന്ന ബാറ്ററിയില്ലേ അതെടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ഇതങ്ങോട്ട് ഉരുട്ടുക. അതേപോലെ എല്ലാവരും ഞാൻ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് ഇപ്പം ഞാനൊരു 3-4 കാണിക്കാം. പിന്നെ വൈകുന്നേരം അവൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കൊടുത്താൽ മതിയേ. അപ്പോൾ ചൂടോടെ കൊടുക്കുന്നതാണ് അയാൾക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോന് വേണ്ടി ഞാനിപ്പോൾ ഇത്രയും 3-4 കാണിച്ചു തരാവേ. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും അങ്ങനെ ഉരുട്ടിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ തന്നെ മൈദയല്ലേ വലിഞ്ഞ് കിട്ടുമേ. ഇത് ഗോതമ്പൊടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഗോതമ്പൊടിയിൽ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മൈദയിൽ ഉണ്ടാക്കുന്ന രീതിക്ക് ഞാൻ കാണിച്ചെന്നുള്ളേ. അപ്പോഴേക്കാളും നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെക്കാവേ. വെളിച്ചെണ്ണ ചൂടാക്കുമ്പോഴേക്കാളും ഈ ഓരോ ബോൾസ് ഇപ്പോൾ ഞാനൊരു 5 ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഓരോ ബോൾസ് ഇതിനകത്ത് വറുത്തെടുക്കാം. ഒരെണ്ണം ഞാൻ ഇങ്ങനെ പത്തിരിയുടെയൊക്കെ പോലെ ഒന്ന് ജസ്റ്റ് കയ്യിൽ വെച്ച് ഒന്ന് അമർത്തിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഇങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ അധികം എണ്ണ വേണ്ട. ബോൾസ് ആകുമ്പോൾ ആ ബോൾസ് മുങ്ങിക്കിടക്കണ രീതിക്ക് എണ്ണ വേണമല്ലോ. ഇതാവുമ്പോൾ ഒരുപാട് എണ്ണ വേണ്ട. ഒരു കുഞ്ഞു ചീനച്ചട്ടിയിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവേ. എന്നിട്ട് ചൂട് വെളിച്ചെണ്ണ അതിൻ്റെ മീതിലോട്ട് കോരി ഒഴിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി വരും കേട്ടോ. എന്നിട്ട് അതേപോലെ തന്നെ അതൊന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഉള്ളെങ്കിലും കുഴപ്പമില്ല. നമ്മൾ തട്ടിയിട്ട് എണ്ണ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ആ ചൂടെണ്ണ മുകളിലോട്ട് തട്ടിയിട്ട് കൊടുത്ത് പിന്നെ ഉരുട്ടിയെടുത്ത് ചെയ്യാം. ഞാൻ ആ പത്തിരി പോലെ ഉണ്ടാക്കിയത് അങ്ങനെയും ഉണ്ടാക്കാം. അധികം എണ്ണയില്ലാതെ ഉണ്ടാക്കാമല്ലോ എന്നും പറഞ്ഞ് കാണിച്ചതാണേ.
ഒരു അധികം എണ്ണയൊന്നും ഇതിന് കുടിക്കുന്നില്ല കേട്ടോ. ഈ ബോൾസിനാണെങ്കിലും എണ്ണയൊന്നും അധികം ഇങ്ങനെ എണ്ണ വലിച്ചു കുടിക്കണം എന്നൊക്കെ പറയില്ലേ, എണ്ണയൊന്നുമില്ല. ആ ഒരു എനിക്ക് തോന്നുന്നത് ആ ബാറ്ററിൻ്റെ ആയിരിക്കും. പിന്നെ നമ്മൾ അതിനകത്ത് സോഡാപ്പൊടി ഒരിത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഒരു നുള്ള് അല്ലെങ്കിൽ 2 നുള്ള്, ഒരുപാടല്ല. ജസ്റ്റ് അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞ് ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുമ്പോഴേക്ക് ഈ എണ്ണ പിടിക്കാറില്ല. ചിക്കനും ബീഫൊക്കെ കിട്ടുമ്പോഴേ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ. ഒരുപാട് എണ്ണ പിടിച്ചിട്ടുള്ള രീതിയിലല്ല ഇത് കിട്ടുന്നത്. ഇതേ കണ്ടോ, അധികം എണ്ണയൊന്നുമില്ല. എണ്ണയില്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. ആള് സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഈ കുബൂസൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ കുബൂസിൻ്റെയൊക്കെ ബാറ്ററാണ്. ആ ബാറ്ററിൻ്റെ ഉള്ളിലാണ് ഇത് ഫില്ല് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇഷ്ടമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.